ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കെയോസ് വാൻറ്റേജിൽ നമുക്കെങ്ങനെ ചെറിയ ലൈറ്റിംഗ് കൊടുത്ത് ചെറിയൊരു ഇൻറ്റീരിയറിലെ ലൈറ്റിംഗ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റേതായ ഒരു മെത്തേഡാണ്. പല മെത്തേഡ്സ് ഉണ്ട്. സ്കൈ ലൈറ്റ് ഉപയോഗിക്കുന്നു, HDR ഉപയോഗിക്കുന്നു, അതുപോലെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഒരു ലൈവ് ലിങ്ക് വഴി എങ്ങനെ ഒരു ചെറിയൊരു ഇൻറ്റീരിയർ ലൈറ്റ് കൊടുത്ത് കാണിക്കാം, അതാണ് ഞാൻ വാൻറ്റേജിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റേതായ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സീനിൽ അവിടെ ലൈവ് ലിങ്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് കെയോസ് വാൻറ്റേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ. ഇപ്പോൾ ഞാനവിടെ നിങ്ങൾക്ക് ആ ടൂൾ ബാർ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കതിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ലൈവ് ലിങ്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു സീനിൽ ഞാൻ സീലിംഗ് കൊടുത്തിട്ട് അൺഹൈഡ് ചെയ്യാം. അതിനുശേഷം അതിൽ ലൈറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ റെൻഡർ സെറ്റപ്പ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. റെൻഡർ സെറ്റപ്പിലൊന്നും ഒന്നുമില്ല. ഞാൻ ഡിഫോൾട്ട് റെൻഡർ സെറ്റപ്പാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ അതിൽ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാം ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്, ഞാൻ ഒന്നും ചേഞ്ച് ചെയ്യണില്ല. 8 പ്രസ് ചെയ്തിട്ട് നമുക്ക് എൻവയോൺമെൻറ്റിൽ അവിടെ ഒരു കളർ ബ്ലാക്ക് ആണ് കിടക്കുന്നത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല, സ്കൈയോ HDR ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇനീഷ്യേറ്റ് ലൈവ് ലിങ്ക് ടു കെയോസ് വാൻറ്റേജ് ഉണ്ട്. അത് കൊടുക്കുമ്പോൾ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരും. അത് GPU മോഡിക്ക് മാറ്റട്ടെ എന്നാണ് കറണ്ട് എഞ്ചിൻ. അപ്പോൾ യെസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു വാൻറ്റേജിലോട്ട് അത് ഓപ്പൺ ആവും. ഞാൻ വാൻറ്റേജ് ലേറ്റസ്റ്റ് വെർഷനാണ് യൂസ് ചെയ്യുന്നത്, 2.4.0. ഓക്കെ, വേർഷൻ ഏതായാലും കുഴപ്പമില്ല, മെത്തേഡ് സെയിം ആണ്. അപ്പോൾ നമ്മുടെ ആ സീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഡാർക്കാണ് അല്ലേ, ലൈറ്റ്സ് ഒന്നുമില്ല. കാരണം നമ്മൾ പ്രത്യേകിച്ച് ലൈറ്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത് രണ്ട് സൈഡിൽ നിന്ന് സ്ക്രീൻ വലുതാക്കാൻ വേണ്ടി ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം, അത് ഏറ്റവും ടോപ്പിലൊന്ന് വന്ന് നിൽക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല. കാരണം ആ ഒരു സീനിൽ സ്കൈ ലൈറ്റോ HDR സണ്ണോ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഫുള്ള് ഡാർക്കല്ലേ. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ 8 പ്രസ് ചെയ്തിട്ട് അവിടെ ഒരു കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് കളറാണ് കൊടുക്കണേ അത് അവിടെ വരും. അപ്പോൾ അവിടെ ഞാനൊരു ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഗ്രീൻ കൊടുക്കുക വെച്ചാൽ അവിടെ ഫുൾ ഗ്രീൻ ആയിരിക്കും. അതേപോലെ ഈ റെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ്. അപ്പോൾ ഇവിടെ എന്ത് കളറാണോ നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നത് അതാണ് വരിക. തൽക്കാലത്തേക്ക് ഞാൻ അത് ഫുൾ വൈറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ വൈറ്റ് കൊടുത്തു നമ്മുടെ എൻവയോൺമെൻറ്റിൽ കയറിയിട്ട്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ സ്കൈ കൊടുക്കാം, HDR കൊടുക്കാം, അങ്ങനെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഞാനതൊന്നും കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ കളറിൽ വൈറ്റ് കളർ മാത്രം കൊടുക്കുക. നമുക്ക് നമ്മുടെ സീനിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ കറൻറ്റ് സീൻ്റെ അവസ്ഥ. ലൈവ് ലിങ്കാണ് കേട്ടോ, 3D Maxൽ. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്കൊരു ബട്ടൺസിൽ അവിടെ സോളിഡ് കളർ ഉണ്ട്, ടെക്സ്ചർ ഉണ്ട്. സോളിഡ് കളർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ കളർ വരും. ടെക്സ്ചറിൻ്റെ അവിടെ HDR ഇട്ട് കഴിഞ്ഞാൽ HDR വരും. അതേപോലെ ഫിസിക്കൽ സ്കൈയിൽ സ്കൈ ഇട്ടാൽ സ്കൈ വരും. അപ്പോൾ ഞാനവിടെ മെയിനായിട്ട് എന്ത് ചെയ്യുക, ഒരു സോളിഡ് കളറാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ ഇതാക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അവിടെ സോളിഡ് കളർ കൊടുത്തിട്ട് ആ ഒരു കളറ് ഞാൻ വൈറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഫുൾ കൂട്ടിയിട്ടാണ് ഒരു 5 വരെ പൊക്കോളത്. അപ്പോൾ ഞാനൊരു 5 ആക്കിയിട്ടു അതിൻ്റെ. അപ്പോൾ നമ്മുടെ സീൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ലൈറ്റ് വന്നിട്ടുണ്ട്. അവിടെ താഴെ സണ്ണൊക്കെ ഉണ്ട്, അത് കൊടുക്കണമെന്നില്ല കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഈ കളർ കറക്ഷൻ്റെ അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും. എക്സ്പോഷർ കറക്ഷൻ, എക്സ്പോഷർ കൂട്ടാനും കുറയ്ക്കാനും, ഹൈലൈറ്റ് അതിൻ്റെ ബേണിങ് കൂട്ടാനും കുറയ്ക്കാനും, അതായത് കോൺട്രാസ്റ്റ്, ഫിലിമിക് ടോൺ മാപ്പ്, ലട്ട്, ബ്ലൂ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ലുക്കപ്പ് ടേബിളൊക്കെ. അപ്പോൾ ഞാൻ ഈ ഫിലിമിക് ടോൺ മാപ്പ് അതിൽ വന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ കുറച്ച് സംഭവം ഗാമ, ഷോൾഡർ സ്ട്രെങ്ത്ത്, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ എന്ത് ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് അവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ സീനിലും സെയിം ആയിരിക്കില്ല, നമ്മൾ മാറ്റി മാറ്റി നോക്കണം. നമുക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് ആ ഒരു ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫിലിമിക് ടോൺ മാപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ തൊട്ട് താഴെ ലുക്കപ്പ് ടേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കോൺട്രാസ്റ്റ് വേണ്ട ഒരു കോൺട്രാസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ലുക്കപ്പ് ടേബിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം അതിൽ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ലുക്കപ്പ് ടേബിൾ ഓപ്ഷൻസ്
അപ്പോൾ ഞാൻ 3D കളക്റ്റീവ്സിൻ്റെ കുറച്ച് ലുക്കപ്പ് ടേബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു ഓൾറെഡി കോൺട്രാസ്റ്റ് എല്ലാം കൂടുതലായിരിക്കും. നമുക്ക് ഇതിൻ്റെ വാല്യൂ കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും ഒരു എമൗണ്ട്. അതിനുശേഷം ബ്ലൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള സംഭവം ഞാൻ ഒന്നും ചെയ്യാൻ പോകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഡിഫോൾട്ടായിട്ട് വിടുകയാണ്. അതിനുശേഷം ഞാൻ ആ ഒരു സേവ് സീൻ കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് സീൻ സേവ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ജസ്റ്റ് തൽക്കാലത്തേക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ആ വാൻറ്റേജിൻ്റെ ആ ഒരു കോൺഫിഗറേഷൻ ഫയൽ സേവ് ചെയ്യണം. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക നമ്മൾ, എന്നിട്ട് അതിനൊന്ന് സേവ് ചെയ്ത് വെക്കുക. അത് സേവ് ചെയ്യേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി എപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ജസ്റ്റ് അളവും കാര്യങ്ങൾക്കൊന്നും തെറ്റിപ്പോയി, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഫയലിൽ സേവ് ചെയ്ത് വെച്ചത് ഓപ്പൺ സീൻ ആസ് കോൺഫിഗ് ഓൺലി, അത് ക്ലിക്ക് ചെയ്തിട്ട് ആ സേവ് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലൈറ്റിങ്ങിലോട്ട് നമ്മൾ വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് സേവ് ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെ ലൈവ് ലിങ്കാണ് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ പുറത്ത് നമുക്ക് ആ ഒരു സീനിൽ 2 കർട്ടനൊക്കെ കൊണ്ടുവരണം. ഞാനിപ്പോൾ ഒരു കർട്ടൻ അവിടെ പുറത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക്. ഞാൻ ജസ്റ്റ് നമുക്ക് മുകളിൽ ആ ഒരു വിൻഡോൻ്റെ അവിടെ കൊണ്ടുവയ്ക്കാം. നമ്മുടെ റൂമിൻ്റെ ഉള്ളിലോട്ട് ഒരുപാട് വെളിച്ചം കയറുന്നത്, നമുക്ക് അത്രയും വെളിച്ചം ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ കർട്ടൻ വെച്ച് നമുക്ക് തടയാം. ടോപ്പിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കർട്ടൻ കോപ്പി ചെയ്ത് വെക്കും കേട്ടോ. അതിൻ്റെ തന്നെ ഇൻസ്റ്റൻസ് നമുക്കൊരു കോപ്പി എടുക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ക്യാമറ അതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റാൻഡേർഡിൽ ഫിസിക്കൽ ക്യാമറയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ ക്യാമറ ഞാൻ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഫിസിക്കൽ ക്യാമറ ജസ്റ്റ് ഒന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ക്യാമറ വെച്ചിട്ട് നമുക്കതിൻ്റെ ഒരു ക്യാമറ വ്യൂവിൽ പോവാം. അതിൻ്റെ ലെൻസിൻ്റെ വിട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ക്യാമറ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി വയ്ക്കാം. അപ്പോൾ ക്യാമറ നമുക്ക് ക്ലിപ്പിംഗ് ഓൺ ആക്കണം, കാരണം അവിടെ കുറച്ച് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ക്ലിപ്പിംഗ് അവിടെ മിസ്ലെനിയസിൽ വന്നിട്ട് അത് ക്ലിപ്പിംഗ് എനേബിൾ ചെയ്യുക. ആവശ്യമുള്ളത്ര ക്ലിപ്പിംഗ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ വീണ്ടും ഒരു ക്യാമറ വ്യൂവിൽ പോയി നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കറക്റ്റ് ഇട്ട കാരണം നമുക്ക് കുറച്ച് ചെറിയൊരു ഇരുട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്പോഷർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. തൽക്കാലത്തേക്ക് ക്യാമറ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് വലിച്ച് വെക്കാൻ കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പിംഗ് കുറച്ച് കൂട്ടിയാൽ മതി. ജസ്റ്റ് ടോപ്പിൽ പോയിട്ട് ക്യാമറ ബാക്കോട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു ലൈറ്റിങ് ഇപ്പോൾ കുറച്ച് ഇരുട്ടാണ്, കുറച്ച് ഡാർക്കാണ്. അപ്പോൾ ഞാൻ പോയിട്ട് എക്സ്പോഷർ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ എക്സ്പോഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഫയലിൽ സേവ് സീൻ കൊടുക്കണം. ഇത്രയും ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫയലിൽ പോയിട്ട് സേവ് സീൻ കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ എക്സ്പോഷർ കൂട്ടിയില്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ സീനും സേവ് ചെയ്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കോവ് ഞാനൊരു കോവ് ലൈറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ഒരു കോവ് ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ലൈറ്റ് കൊടുക്കാം. അപ്പോൾ വീറെ ലൈറ്റ് മെറ്റീരിയലാണ് ഞാൻ അപ്ലൈ ചെയ്യുക. അവിടെ ഒരു ചെറിയൊരു ബോക്സ് പോലെ ഒരു റെക്റ്റാങ്കിൾ എടുത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഈ മെറ്റീരിയൽ സ്ലോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മെറ്റീരിയൽ കൊടുക്കാം. ഞാൻ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു വാൻറ്റേജിൻ്റെ ബോക്സിൻ്റെ പിറകിലാണ് ആ ഒരു റീപ്ലേസ് മെറ്റീരിയൽ ചോദിച്ചു വന്നിട്ടുള്ളത്. അത് റീപ്ലേസ് ചെയ്യാൻ നെയിം കൊടുക്കുകയാണ്. ഓക്കെ, അതിന് നമുക്ക് ലൈറ്റ് മെറ്റീരിയൽ ആക്കാം. വീറെ ലൈറ്റ് മെറ്റീരിയൽ തൽക്കാലത്തേക്ക് വീറെ ലൈറ്റ് മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ് നമുക്ക് വേണ്ടത്, 1, 3, 5, 10 ലൈവായിട്ട് കാണാമല്ലോ. അപ്പോൾ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൊടുക്കുക. തൽക്കാലത്തേക്ക് ഞാനൊരു 5 കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റൻസിറ്റി ടെമ്പറേച്ചർ ജസ്റ്റ് കൊടുക്കുക. 5000 വാം എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത്രയും ചെയ്തിട്ട് നമ്മുടെ ക്യാമറ വ്യൂവിൽ പോയി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു സീലിങ്ങിൽ ഒരു ലൈറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റായില്ലേ.
ഇനി നമുക്ക് ഞാൻ ആ ഒരു ക്യാമറ വ്യൂവിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഓക്കെ ഇപ്പോൾ നമ്മുടെ ആ സീനിൽ ചെറുത് ബ്ലാക്ക് വന്നില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ഓപ്പൺ സീൻ കോൺഫിഗ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഒരു സീൻസ് ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പഴയ സെറ്റപ്പിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിട്ടോ. ഞാനിവിടെ ക്യാമറ ലോക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ക്യാമറ വ്യൂ ഒന്ന് ചേഞ്ച് ആവാണ്ടിരിക്കാൻ Alt W പ്രസ് ചെയ്തിട്ട് വേറൊരു സീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യൂ നമുക്ക് മാറില്ല. ആ സെയിം ക്യാമറ വ്യൂവിൽ ക്യാമറ ലോക്കായ കാരണം വാൻറ്റേജ് ആ ഒരു സീൻ മാത്രമേ കാണിച്ചുകൊണ്ടിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ സീലിങ്ങിൽ ഞാനിവിടെ ഒരു ചെറിയ ഒരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കതിനെ ജസ്റ്റ് ഒന്ന് നീക്കി വയ്ക്കുമ്പോൾ നമ്മുടെ ഒരു വാൻറ്റേജിൽ കാണാൻ പറ്റും അതിങ്ങനെ മൂവ് ആവണത്. അപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് കണ്ടു, അതാണ് അതിന് മെറ്റീരിയലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ലൈറ്റ് മെറ്റീരിയലാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു വാളിൽ കൊടുത്തിട്ടുള്ള മിറേഴ്സിന് ജസ്റ്റ് ഒരു മിറർ എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു ക്യാമറ ലോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു വാൻറ്റേജിൽ അതിൻ്റെ ലൈറ്റിങ് പോയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഫയലിൽ ഓപ്പൺ കോൺഫിഗറേഷൻ ആഡ് ചെയ്ത് കൊടുത്താൽ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴൊക്കെ പോകുന്നു അപ്പോഴൊക്കെ ആ ഒരു സംഭവം ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ ഒരു മിറർ എഫക്റ്റ് കൊടുക്കാനായിട്ട് ഒരു മെറ്റീരിയൽ വേറെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു സെൻറ്ററിൽ നമുക്കൊരു മിററിൻ്റെ എഫക്റ്റ് കൊടുക്കാം. അതിൻ്റെ ബോർഡറിലൊരു ബ്രാസിൻ്റെ എഫക്റ്റ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിൻ്റെ റിനെയിം കൊടുത്തിട്ട് അതിൻ്റെ ഡിഫ്യൂസിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം. ബ്ലാക്കാ വൈറ്റാ ഏതാണെന്ന് വെച്ചാൽ കൊടുത്തോ, നമുക്ക് കുഴപ്പമില്ല. അതിൻ്റെ ഡിഫ്യൂസിൽ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വൈറ്റ് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഫുള്ള് വൈറ്റ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഫ്രസ്നൽ റിഫ്ലക്ഷൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊരു മിററായി, ഒരു മിറർ എഫക്റ്റ് വന്നു. ഓക്കെ, എഡിറ്റബിൾ പോളി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ആ ക്ലോൺ വന്നിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു കോപ്പി മൂന്നെണ്ണം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഗ്രീൻ പാർട്ട് നമുക്കൊരു മെറ്റലിൻ്റെ എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ മെറ്റൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിഫ്യൂസിൽ വരേണ്ട കളർ ബ്ലാക്കാണ്. ഓക്കെ, മെറ്റൽ എന്ന് കേൾക്കുമ്പോൾ ഡിഫ്യൂസിൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കണം. അതിൻ്റെ റിഫ്ലക്ഷൻ എന്ത് ചെയ്യുക, ഏത് കളറാണോ നമുക്ക് വേണ്ടത്, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, ബ്രാസ് ആണെങ്കിൽ ബ്രാസ്, അല്ലെങ്കിൽ വേറെ എന്ത് മെറ്റലിൻ്റെ കളറാണ് വേണ്ടത് ആ ഒരു കളർ സെലക്ട് ചെയ്തിട്ട് ഫ്രസ്നൽ റിഫ്ലക്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റലിൻ്റെ എഫക്റ്റ് കിട്ടും. ഓക്കെ, അതിൻ്റെ ഒരു ഗ്ലോസിനെസ് ഒരു 0.6 0.8 എത്രയാണ് നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് ആവശ്യമുള്ള ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ മെറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ ഇതാണ് മെത്തേഡ് കേട്ടോ. ഡിഫ്യൂസ് ബ്ലാക്ക്, റിഫ്ലക്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക, ഫ്രസ്നൽ റിഫ്ലക്ഷൻ ഓഫ് ചെയ്യുക, ഗ്ലോസിനെസ് അഡ്ജസ്റ്റ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു മിറർ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഹാങ് ചെയ്യാം. അപ്പോൾ ലൈറ്റൊക്കെ ഞാനിവിടെ സീനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ആ ലൈറ്റ് നമുക്കെടുത്ത് കൊണ്ട് തൂക്കി വയ്ക്കാം. അപ്പോൾ ആ ഒരു ലൈറ്റിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് മെറ്റീരിയലൊന്നും ഇല്ല. അപ്പോൾ ഞാനവിടെ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു
ഒരു ബ്രാസ് ഉള്ള ഒരു ഗോൾഡ് അല്ല അങ്ങനത്തെ ഒരു മെറ്റൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തില്ലേ, ആ ഒരു മെറ്റലിൻ്റെ എഫക്റ്റ് ഞാനവിടെ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അപ്ലൈ കൊടുക്കും. അതിൻ്റെ കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ. മെറ്റലിൻ്റെ കളർ ഇനിയിപ്പോൾ കുറച്ച് ഗോൾഡിൻ്റെ എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു യെല്ലോ കളറിലോട്ട് കൊണ്ടു കഴിഞ്ഞാൽ ഒരു ഗോൾഡായി കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്കതിന് താഴെ ആ ഒരു ലൈറ്റ് മെറ്റീരിയൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ അപ്ലൈ ചെയ്ത് വെക്കാം. തൽക്കാലത്തേക്ക് ഒരു ലൈറ്റ് മെറ്റീരിയൽ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം. ഒന്നല്ലേ പോളിഗൺ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ചില മോഡൽസ് അങ്ങനെ സെലക്ട് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അവിടെ സിമ്പിളായിട്ട് മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഒരു ലാമ്പ്, അതിന് നമുക്കൊരു ലൈറ്റ് കൊടുക്കാം. തൽക്കാലം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊരു വീറ ലൈറ്റിൽ സ്പിയർ ലൈറ്റ് കൊടുക്കാം. നമുക്ക് ഡിസ്ക് മാറ്റി സ്പിയർ ആക്കിയിട്ട് ജസ്റ്റ് ഒരു സ്പിയർ വരയ്ക്കുക ചെറുത്. അത് നേരെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ. ഓക്കെ, നമുക്ക് ആ ലാമ്പിൻ്റെ ഒരു ഷെയ്ഡ് പ്രോപ്പറായിട്ട് കിട്ടാനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു 2 സൈഡ് മെറ്റീരിയൽ ആക്കണം കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇതിനെ ലൈറ്റിനെ വാട്ട്സ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ കളറ് ഒരു വാം കളർ കൊടുക്കണം 4000. അതിന് ശേഷം നമുക്കിപ്പോൾ നമ്മുടെ ഒരു ലാമ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ ഒരു മെറ്റീരിയൽസ് ഞാൻ ജസ്റ്റ് ആ ലാമ്പിൻ്റെ മെറ്റീരിയൽ പിക്ക് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് വീറ മെറ്റീരിയലാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീറ 2 സൈഡ് മെറ്റീരിയൽ ആക്കി കൊടുക്കണം. കീപ്പ് കൊടുത്തിട്ട് ടോപ്പിലുള്ള മെറ്റീരിയലിനെ വീണ്ടും താഴത്തേക്ക് ടിക്കിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിടുക, ഇൻസ്റ്റൻസ് കൊടുക്കുക. നമ്മുടെ ലൈറ്റും താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വയ്ക്കാം, ഒരു ബ്ലാക്ക് ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ മെത്തേഡ് അറിയുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്തോ. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബാക്കി വുഡും കാര്യങ്ങളൊന്നും സീനൊന്നുമില്ല. ലൈറ്റ് കുറച്ചും ഉള്ളിൽ കയറിയിട്ടുണ്ട്, അതായത് നോട്ടാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. നമുക്കവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കണം. അവിടെ ഓൾറെഡി ഒരു ബോക്സ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു ലൈറ്റ് മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് സെറ്റ് ചെയ്യുക. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ നോക്കിയിട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഒരു ക്യാമറ വീഡിയോ പോയിട്ട് നോക്കാം അപ്പോൾ ടോട്ടൽ ഉള്ളൊരു സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഇതുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ റണ്ടർ അടിച്ച് നോക്കാം. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ലൈറ്റിങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു സ്പോട്ട് ലൈറ്റ്, ഒരു ആർട്ട് വർക്ക് കൊടുത്ത് ജസ്റ്റ് ഒരു ലൈറ്റ് കൊടുക്കാം. അതേപോലെ ആ ഒരു ചെയേഴ്സിൻ്റെ ബാക്കിലും ചെറിയൊരു ഡാർക്ക് വരുന്ന ഏരിയയിലൊക്കെ എന്ത് ചെയ്യുക, ചെറിയ ഡിസ്ക് ലൈറ്റൊക്കെ കൊടുത്തിടുക. ഞാനിവിടെ ഒരു ചെറിയ ഡിസ്ക് ലൈറ്റ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നേരെ കൊണ്ടുപോയി മുകളിലേക്ക് കൊണ്ടുപോയി പൊക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വാൻറ്റേജിൽ കാണാൻ പറ്റും ആ ഒരു ഡിസ്ക് ലൈറ്റിൻ്റെ ഒരു ഷേപ്പ്. അതിനെന്ത് ചെയ്യാൻ ഇൻവിസിബിൾ നമ്മൾ ടിക്കറ്റ് കൊടുക്കണം കേട്ടോ.
ഓക്കെ, ഇൻവിസിബിൾ ടിക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ റേഡിയസ് ഞാനൊരു 10 കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്ര വലിയ റേഡിയസ് വേണ്ട, ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് ഇറക്കി വയ്ക്കേണ്ടി. ആ ഒരു ഡിസ്ക് ലൈറ്റിൻ്റെ ഒരു ഡയറക്ഷനാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഡിസ്ക് ലൈറ്റിന് റെക്റ്റാങ്കിൾ ലൈറ്റിനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഡയറക്ഷണൽ 0.5 കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് ലൈറ്റിന് അടിച്ച് കൊടുക്കും അല്ലേ. 1 ഇട്ട് കഴിഞ്ഞാൽ ഒരു പോയിൻറ്റൊക്കെ ആയിട്ട് കേന്ദ്രീകരിച്ച് കൊടുക്കും. അതിൻ്റെ ഒരു ലൈറ്റ് ഒരു പോയിൻറ്റേക്ക് വരും. നമ്മൾ ഈ വോളിയോമെട്രിക് ഫോഗ് കൊടുക്കുമ്പോഴേ 1 ഇട്ട് കഴിഞ്ഞാൽ ടോർച്ച് ലൈറ്റിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് അടിച്ച് പോകില്ലേ, ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടുള്ള സംഭവം. അപ്പോൾ തൽക്കാലത്തേക്ക് അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഒരു ഡിസ്ക് ലൈറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നമുക്ക് ആ ഒരു ചെയറിൻ്റെ ബാക്കിൽ ലൈറ്റ് വരുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് 2 കോപ്പി എടുത്തിട്ട് ലൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മൾട്ടിപ്ലയർ എത്ര വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓവർ എക്സ്പോഷർ ആക്കാതെ നമുക്ക് ചെറിയ രീതിയിൽ ലൈറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ടേബിളിൽ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സീനിൽ കൊണ്ടുവന്നിട്ട് നമുക്കതിനെ ടേബിളിൽ സെറ്റ് ചെയ്യാം. തൽക്കാലം ഇപ്പം അതിൻ്റെ ഒരു പിവട്ട് ടൂള് സെലക്ട് ചെയ്തിട്ടേ അതിൻ്റെ ബേസ് നമുക്ക് പിവട്ട് ബേസ് ആക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് പിക്ക് ചെയ്ത് ആ ഒരു പ്ലേസർ ടൂൾ വെച്ചിട്ട് പിക്ക് ചെയ്ത് വയ്ക്കാൻ ഈസിയാണ്. 3D Max ലെഫ്റ്റിലോട്ട് ഇടാൻ നോക്കിയിട്ട് നടക്കണില്ല. ഓക്കെ, കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു പ്ലേസർ ടൂൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് ടേബിളിൽ മുകളിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക മോഡൽസിനെ. ഓക്കെ, കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ, ഒരു മിഡിൽ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീനിൽ അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഒരു ക്യാമറ വ്യൂവിൽ പോയിട്ട് ആ ഒരു വ്യൂ വലിയ സ്ക്രീനിൽ നോക്കാം. ഇനി അതിൻ്റെ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടുക, കുറയ്ക്കുക, കോൺട്രാസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു സീൻ സേവ് ചെയ്യണം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് റെൻഡർ അടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അതിൻ്റെ എഫക്റ്റ്. അപ്പം അത്യാവശ്യം നല്ല ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ. നമ്മൾ ഫസ്റ്റ് എങ്ങനെയായിരുന്നു സീൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു മിററിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെച്ചിട്ടുള്ള ഡിസ്ക് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കളയണം. അതൊന്നല്ലെങ്കിൽ ആ റിഫ്ലക്ഷൻ ജസ്റ്റ് ഒന്ന് അൺടിക്ക് ചെയ്യുക അതിൻ്റെ ഒരു മോഡിഫയറിൽ, അല്ലെങ്കിൽ സ്പെക്കുലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് അൺടിക്ക് ചെയ്താലും മതി. ജസ്റ്റ് ഒന്ന് എഫക്റ്റ് റിഫ്ലക്ഷൻ ഉള്ളത് ഓഫ് ചെയ്തിടാം, അല്ലെങ്കിൽ എഫക്റ്റ് സ്പെക്കുലർ ഏതെങ്കിലും ഒന്ന് ഓഫ് ചെയ്യാം. ഞാൻ എഫക്റ്റ് സ്പെക്കുലർ ഓഫ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ക്യാമറ വ്യൂ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ റെൻഡർ അടിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഒരു ടോപ്പിൽ പോയിട്ട് ഒരു ഫിസിക്കൽ ക്യാമറ വെച്ച് ജസ്റ്റ് ഒന്ന് 2-3 ക്യാമറ വ്യൂസ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത്, ക്യാമറയുടെ ലെൻസിൻ്റെ വിഡ്ത്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ഫോക്കൽ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക.
അതിനുശേഷം ഡെപ്ത് ഓഫ് ഫീൽഡ് വരണമെന്നുണ്ടെങ്കിൽ ഈ അപ്പർച്ചർ അതിനനുസരിച്ച് കുറവായിരിക്കണം, 2, 3 ഒക്കെ ആകുമ്പോഴാണ് നല്ലൊരു എഫക്റ്റ് കിട്ടുക. അതുപോലെ എനേബിൾ ഡെപ്ത് ഓഫ് ഫീൽഡ് ഓൺ ആയിരിക്കണം കേട്ടോ. നമ്മൾ ടാർഗറ്റ് ഏത് ഒബ്ജക്റ്റുമാണ് മുട്ടിയിരിക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റാണ് ക്ലിയർ ആയിട്ട് കാണുക. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ടാർഗറ്റ് യൂസ് ചെയ്യുന്നില്ല, ടാർഗറ്റ് ഡിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ടാർഗറ്റ് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു വന്നിട്ട് ആ ഒരു സൂം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ആ നമ്പർ കൊടുക്കുകയാണ്, ഒരു 3 കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് ആ വ്യൂവിൽ കാണാൻ പറ്റും എങ്ങനെയുണ്ട് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് അതിലൊന്ന് പ്ലേ ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് എത്രത്തോളം സൂം വേണം അതൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണത്. ഓക്കെ, നമുക്ക് ആ ഒരു വ്യൂ ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ടാർഗറ്റ് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റുകൾ ഈ പറഞ്ഞ പോലെ ക്ലിയർ ആവും. അതിൻ്റെ അപ്പർച്ചർ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ എഫക്റ്റ് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ 1ന് താഴേക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് കൊടുക്കാറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ആ ഒരു ബാക്കിലെ ഒരു പ്ലാന്റ് ക്ലിയർ ആയിട്ട് കാണുന്ന പോലെ ഡെപ്ത് ഓഫ് ഫീൽഡ് ടാർഗറ്റ് ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റെൻഡർ ചെയ്യുക അതിൻ്റെ ഒരു എഫക്റ്റ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനത്തെ കുറച്ച് ഷോട്ടുകളൊക്കെ നമ്മുടെ വർക്കിൽ എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ച് എപ്പോഴും ഇങ്ങനെ ഡെക്കറേഷൻ ഐറ്റംസ് മാത്രം ഫോക്കസ് ചെയ്യാതെ ഒരു ബാക്കി ഡെപ്ത് ഓഫ് ഫീൽഡിൽ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തൊക്കെയാണ് വരുന്നത്, ഒരു വോളിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഒരു പാറ്റേൺ, അപ്പോൾ അതൊക്കെ കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം ഡെപ്ത് ഓഫ് ഫീൽഡ് വ്യൂസൊക്കെ എടുത്തു വയ്ക്കുക. ഓക്കെ, അതിൻ്റെ ആ വ്യൂ റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ കുറച്ച് വ്യൂസൊക്കെ റെൻഡർ ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ആ ഒരു വാൻറ്റേജിൽ സണ്ണിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മളിവിടെ സൺ ഓൺ ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൺ ഓൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ ഒരു ഫസ്റ്റ് ക്യാമറയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആ വാൻറ്റേജ് ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ടേ അതിൽ സണ്ണിൻ്റെ വാല്യൂ ഒന്ന് ഓൺ ചെയ്യുക. സൺ എനേബിൾ ചെയ്തതിന് ശേഷം ആ മാനുവൽ മോഡ് മാറ്റുക, അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ആൾട്ടിറ്റ്യൂഡ് ഓപ്ഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ഒക്കെ ചെയ്ത് നോക്കുക സണ്ണ് നമ്മുടെ സീനിൽ വരുന്നവരെ. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻറ്റൻസിറ്റി ഒക്കെ ഒരു 0.05 ഒക്കെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറയ്ക്കുക. പിന്നെ സണ്ണിൻ്റെ സൈസ് കൂട്ടി കഴിഞ്ഞാൽ ആ ഒരു ഷാർപ്പായിട്ട് നിൽക്കണ ഒരു വ്യൂ ഒക്കെ ഒന്ന് സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് സണ്ണ് വേണമെങ്കിൽ താഴ്ത്തി വയ്ക്കാം, പൊക്കി വയ്ക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈവനിങ് ഷോട്ട്, മോർണിംഗ് ഷോട്ട്, അങ്ങനത്തെ ഒരു ഇതൊക്കെ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സീനിൽ സണ്ണിനെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്തത്. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ആ ഒരു സണ്ണിനെ ഓഫ് ചെയ്യണം, നമുക്ക് നമ്മുടെ സീൻ സൺ വേണ്ട. ഇനി അതേപോലെ നമുക്ക് വേറെ കുറച്ച് ക്യാമറ സെറ്റ് ചെയ്ത് നോക്കാം. ഇതേപോലെ ടോപ്പ് വ്യൂവിൽ പോയിട്ട് നമുക്ക് വേറെ കുറച്ച് വ്യൂസ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാമ്പ് വെച്ചിട്ടുണ്ടല്ലോ, അതിന് നമ്മുടെ ഒരു ചെറിയ പ്ലാന്റിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഷോട്ട് എടുക്കുക. അപ്പോൾ ലാമ്പുമ്പോൾ നമ്മുടെ ടാർഗറ്റ് മുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ലാമ്പാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ബാക്ക് വെച്ചിട്ട് ആ സൂമിൻ്റെ ഓപ്ഷൻ ഒന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു വ്യൂ കിട്ടും, ഫോക്കസ് ആയിട്ട് കുറച്ച് സൂം ആയിട്ടുള്ളൊരു വ്യൂ. അപ്പോൾ അത് കാണാൻ കുഴപ്പമില്ല. അതിൻ്റെ അപ്പർച്ചറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പർച്ചർ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ ഭയങ്കരമായിട്ട് ആ എഫക്റ്റ് പോവും. അപ്പോൾ അപ്പർച്ചർ കുറച്ചിട്ട് നോക്കുക. ജസ്റ്റ് ആ ഒരു വ്യൂ കൂടി നമുക്കൊന്ന് റെൻഡർ അടിച്ച് വയ്ക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ട് ആ മെറ്റീരിയൽസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഷോട്ടാണ്. അതേപോലത്തെ കുറച്ച് ഷോട്ട്സൊക്കെ എടുത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു ലാമ്പ് കുറച്ച് ഉള്ളിലോട്ട് കയറിയിരിക്കുന്നുണ്ട്, അത് കാര്യമാക്കണ്ട. അത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി.
ഓക്കെ, അതേപോലെ നമുക്ക് കുറച്ചധികം ഷോർട്സ് സൈഡിൽ നിന്നൊക്കെ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യൂ കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ള അത്രയും വ്യൂസ് എടുക്കാം. വാൻറ്റേജിലായ കാരണം അത്യാവശ്യം നല്ല സ്പീഡായിട്ട് നമുക്ക് ഔട്ട്പുട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ജസ്റ്റ് ആ ഒരു എൻവയോൺമെൻറ്റിൽ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉള്ളിൽ ആവശ്യത്തിന് ഡിസ്ക് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇൻറ്റൻസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ ഫിലിമിക് ടോൺ മാപ്പ്, ഈ ഗാമ, ലുക്കപ്പ് ടേബിൾ അതൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. സൺ വേണ്ടവർക്ക് സണ്ണ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കൂടുതൽ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.